മാത്യു കുഴൽനാടൻ, വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടാകുന്നത്. താങ്കളുമായിട്ട് പലരും സംസാരിച്ചു എന്നറിയുന്നു. ജനങ്ങൾ പറയുന്നത് എന്താണ്? ഞാനിപ്പോ ഇവിടെ ഈ പ്രതിഷേധ സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഇതിനു മുമ്പ് കോതമംഗലത്ത് ഇതുപോലൊരു മരണം നടന്നപ്പോൾ ഡെഡ് ബോഡിയുമായി ഞങ്ങൾ പ്രതിഷേധിച്ചതാണ്. അന്ന് എന്നെയും ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനാണ് ഈ സർക്കാർ ശ്രമിച്ചത്. അന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇതുപോലുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാകും, കാട്ടാന ആക്രമണം ഉണ്ടാകും, നിങ്ങൾ വേണ്ട മുൻകരുതൽ എടുക്കണം. ഞങ്ങൾ മറ്റൊരു താല്പര്യം വെച്ചുകൊണ്ട് പറഞ്ഞില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ അന്ന് ഭയപ്പെട്ട പോലുള്ള ആശങ്കയിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ഒരു മരം മറിച്ചിട്ടതിന്റെ പേരിൽ ഒരു പെൺകുട്ടി മരിച്ചുള്ളൂ. പിറ്റേ ദിവസമാണ് ഇപ്പോൾ അതിദാരുണമായി, കണ്ടാൽ ആരും സഹിക്കില്ല, ഒരു ശരീരം ആന ചവിട്ടി കീറി മുറിച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. അത്രയേറെ ദയനീയമായ ഒരു സംഭവ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിന്റെ വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ വന്നതിന് ശേഷം മാത്രം ഈ ഡെഡ് ബോഡി ഇവിടെ നിന്ന് എടുത്താൽ മതി എന്നുള്ള ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നാളെ കോതമംഗലത്തും കുട്ടമ്പുഴയിലും ഒരു ജനകീയ ഹർത്താൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനോട് യോജിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും ജാതിമത സംഘടനകളെല്ലാവരും സഹകരിച്ച് വലിയൊരു ജനകീയ ഹർത്താലും വൈകിട്ട് 3 മണിക്ക് വൻ പ്രതിഷേധ റാലിയുമാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെ വന്ന് ഈ കാര്യങ്ങൾക്ക് വ്യക്തമായ ഉറപ്പ് നൽകാതെ ഈ ഡെഡ് ബോഡി ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചത്. തീർച്ചയായും പ്രതിഷേധം മനസ്സിലാക്കുന്നു. പക്ഷേ 11:15 MLA മൃതദേഹം അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട ആരെങ്കിലും ഉടൻ തന്നെ എത്തുമോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അന്വേഷിക്കുന്നില്ല മാഡം. ഇവിടെ ജനത്തിന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആള് മരിച്ച് ശരീരം ചിഹ്നഭിന്നമായി കിടക്കുമ്പോൾ 11 മണി വല്ല പ്രശ്നമാണോ? അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ മുഴുവൻ പ്രതിഷേധിക്കേണ്ട വന്നാൽ ഞങ്ങൾ ചെയ്യും. അതൊന്നും ഒരു ഗൗരവമുള്ള കാര്യമല്ല. ഓക്കെ.